ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കേണ്ടിയിരിക്കുകയാണ്. ശിഷ്യന്മാരെ കടൽ തീരത്ത് നിൽക്കുന്ന ഈശോയെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് ആകർഷിക്കപ്പെടുവാനും ആനയിക്കാനും ഉണ്ടാകുന്ന കാരണമെന്താണ്? ഈ ലോകത്തിൽ നമ്മൾ അനേകരെ കാണുന്നുണ്ട്. ചിലരിലേക്ക് മാത്രമാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നതും അവരുടെ പക്കലേക്ക് നാം ആനയിക്കപ്പെടുന്നതും. അവരുടെ തത്വശാസ്ത്രങ്ങളോ അവരുടെ ജീവിതശൈലികളുമൊക്കെ ആയിരിക്കാം. എന്നാൽ ഈശോയുടെ വാക്കുകൾ മാത്രമല്ല, ഈശോയുടെ പ്രവൃത്തികൾ മാത്രമല്ല അവർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ആനയിക്കപ്പെടുന്നതും. ദൈവത്തിൻ്റെ സ്നേഹം ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. അതാണ് സഭയെ ദൈവജനമായി രൂപപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഈശോ മിശിഹായിലൂടെയാണ്. ഉദ്ധിതനായ മിശിഹായുടെ കരുണാർദ്രമായ സ്നേഹമാണ് ഈശോയിലേക്ക് നാം ആനയിക്കപ്പെടുന്നതും ആകർഷിക്കപ്പെടുന്നതും. കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം ഈശോ മിശിഹായിലൂടെ നാം കാണുകയാണ്. അവനെ വേദനിപ്പിച്ചവരോടും അവസാനം കുരിശുമരണത്തിൽ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ വ്യക്തിയോട് കരുണ കാണിക്കുകയും അവനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോ. കരുണാർദ്രമായ സ്നേഹം ഈശോയിലൂടെ വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈശോയുടെ മഹത്വീകരണം, അതായത് ഈശോ മിശിഹായുടെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കുകയാണ്. ഈശോ മിശിഹായുടെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അതാണ് ഈശോയുടെ പക്കലേക്ക് വള്ളത്തിലായിരുന്ന പത്രോസ് കടലിലേക്ക് ചാടി പുറങ്കുപ്പായ്മ എടുത്ത് കടലിലേക്ക് ചാടി വീണ്ടും ഈശോയുടെ പക്കലേക്ക് ആദ്യമേ കടന്നു വരുന്നത്. പത്രോസ് കരയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ കൊടുത്ത വല വലിച്ചു കയറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ പൂർത്തീകരണമായി അവയെ കാണുവാനും അവയെക്കുറിച്ച് ചിന്തിക്കുവാനും വിചിന്തനം ചെയ്യുവാനും ഓരോ ദിവസവും നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഫലമാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ആഴപ്പെടുത്തട്ടെ. ഈശോയിൽ ആഴപ്പെട്ട് സഭയോടൊത്ത് ജീവിക്കുവാൻ, സഭയോടൊത്ത് ആഘോഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ അമ്മേ, നല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.